ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പെൻ ടൂളാണ്. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറുകളിലെല്ലാം തന്നെ ഓൾമോസ്റ്റ് പെൻ ടൂൾ കാണും. അപ്പോൾ നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്, നമുക്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനകത്ത് പെൻ ടൂൾ മാത്രമാണ് കാണിച്ചു തരുന്നത്. പെൻ ടൂൾ ഞാൻ എടുത്തിട്ടുണ്ട്, പി ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇതിനകത്ത് പാത്താണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു ഇമേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ആ ഇമേജിൽ ഈ ഒരു ബേർഡിനെ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് പെൻ ടൂൾ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട്: സെലക്ഷനും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാനും. സെലക്ഷൻ ചെയ്ത് നമുക്കറിയാം പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് പറ്റും. PNG ആക്കാം, അല്ലെങ്കിൽ എഫക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് നമുക്ക് പറ്റും. അതുപോലെ തന്നെ പാത്തും കൊടുക്കാം, നമുക്ക് ഷേപ്പ് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, നമുക്ക് സെലക്ഷൻ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. എന്തായാലും പെൻ ടൂൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പെൻ ടൂളിൽ ആദ്യം എവിടെയാണോ നമ്മൾ തുടങ്ങുന്നത് ആ സ്റ്റാർട്ടിൽ ഒരു വട്ടം ഒന്ന് ക്ലിക്ക് ചെയ്യാം. രണ്ടാമത് ഇവിടെ എനിക്ക് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയും ക്ലിക്ക് ചെയ്യാം. നമ്മൾ ബിഗിനർ ആണെങ്കിൽ നമുക്ക് അധികം വശമില്ല എങ്കിൽ അറ്റത്തോട്ട് പോകേണ്ട ആവശ്യമില്ല, അതായത് നീളം കൂട്ടി പോകരുത്, കുറച്ചുകൂടെ അടുത്ത് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തും കാണിച്ചു തരാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മൗസ് ഒന്ന് ജസ്റ്റ് അനക്കുക. അനക്കാന്നേരം എന്ത് ചെയ്യും, ഇങ്ങനൊരു ആർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഈ ആർക്ക് ഉണ്ടാകുമ്പോഴും മൗസിലെ ലെഫ്റ്റ് ബട്ടൺ വിടരുത്. ഞാൻ വിട്ടിട്ടില്ല ഇതുവരെ. വിടാതെ എന്ത് ചെയ്യുന്നു, ഈ ഹാൻഡിൽ ഇപ്പം നിങ്ങൾ ഇത്രയും ചെറുതാക്കിയിട്ട് ഞാൻ ലെഫ്റ്റും റൈറ്റും ആക്കി കഴിഞ്ഞാൽ ഇതൊരിക്കലും അഡ്ജസ്റ്റ് ആകത്തില്ല. അതുകൊണ്ട് ഒരുപാട് വലിപ്പം കൂട്ടിയാലും അഡ്ജസ്റ്റ് ആവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ആർക്കിൻ്റെ എത്രയാണോ വലിപ്പം, ഈ ആർക്കിൻ്റെ മൊത്തത്തിൽ നീളം എത്രയാണോ അതിനോട് വരുന്ന അത്രയും നീളം തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ആർക്കിൻ്റെ ഏകദേശം നിങ്ങൾ എത്രയും വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ മുകളിലോട്ടും താഴോട്ടൊക്കെ ആക്കാൻ നേരം എന്ത് ചെയ്യും, കറക്റ്റ് ബാലൻസായി വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, മൗസിൽ ലെഫ്റ്റ് ബട്ടൺ വിടുന്നു, ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ അപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ ഒരു വി പോലെ കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിലുള്ള ഹാൻഡിൽ ഒരാർക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ പോയ ശേഷം എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അതായിരിക്കും നമുക്ക് എപ്പോഴും ബെറ്റർ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അടുത്ത ആർക്ക് എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല. ഉണ്ടോ, എങ്ങനെയൊക്കെ ബാലൻസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, CTRL Z കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുക, അതിൻ്റെ ഒരു പകുതിക്ക് വെച്ച് കൊടുക്കുക. പകുതിക്ക് വെച്ച് കൊടുത്ത ശേഷം എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആർക്കാക്കുക. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഓൾട്ട് ഹോൾഡ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, എന്ത് ചെയ്യുക, അടുത്തത് ഇതുപോലെ തന്നെ മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുക, വരച്ച്. ഓക്കെ അല്ലേ, ഇങ്ങനെ അതെന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ ഓടിച്ചുവിട്ട് കാണിക്കാതെ എങ്ങനെയാണെന്നുള്ളത്. ഈ കംപ്ലീറ്റ് ആകുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഒരു സർക്കിൾ പോലെ കാണിക്കും. അതെന്താണെന്ന് വെച്ചാൽ അത് ജോയിൻ്റ് ആയ, അതായത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ എൻഡ് ചെയ്യാൻ പോകുന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അവിടെ കറക്റ്റാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കറക്റ്റാക്കി കൊടുത്ത ശേഷം നമുക്കിനി എവിടെയെങ്കിലും ഇപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് കറക്റ്റ് അല്ല എങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെന്ത് ചെയ്യുക, ഇപ്പോൾ ഹാൻഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ കൺട്രോൾ വിടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ പോയിൻറ്റിൻ്റെ ഈ ആർക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് കൺട്രോൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം സെലക്ഷൻ ചെയ്ത് ഇങ്ങനെ പാത്ത് വരച്ചു. ഈ പാത്ത് വരയ്ക്കുന്നതിന് വേണ്ടി സെലക്ഷൻ ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ലെയർ ആക്കണം. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്ക് നമുക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യണം, എനിക്ക് ഈ പാത്ത് എന്ന് പറയുന്നത് വിൻഡോയ്ക്കകത്ത് കാണാം. നമുക്ക് പാത്ത് ഓണാക്കിയിടുക. ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കാണാവുന്നതായിരിക്കും. ഇവിടെ കാണുമ്പോൾ ഈ ഒരു ഭാഗം വർക്ക് പാത്തായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അതിനായിട്ട് എന്ത് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, പാത്ത് വണ്ണെന്നോ അല്ലെങ്കിൽ ബേർഡെന്നോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേര് കൊടുത്ത ശേഷം എന്ത് ചെയ്യും, പേര് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പാത്ത് വണ്ണെന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ ലെയർ ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വേണമെങ്കിൽ അതിനകത്തൊരു കളർ കൊടുക്കാം. ആ കളർ കൊടുക്കാനായിട്ട് ഇത് പാത്തായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, സെലക്ഷൻ ചെയ്യണം. സെലക്ഷൻ ചെയ്യാൻ രണ്ട് വഴിയുണ്ട്. കൺട്രോൾ എൻ്റർ കൊടുക്കാം, അല്ലെ റൈറ്റ് ക്ലിക്ക് മേക്ക് സെലക്ഷൻ കൊടുക്കാം, അല്ലെ മറ്റൊരു വഴിയും കൂടെ ഉണ്ട്, ഇവിടെയും സെലക്ഷൻ കൊടുക്കാം. മേക്ക് സെലക്ഷൻ എന്നുള്ള രീതി ഇവിടെയും സെലക്ഷൻ കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ എഡ്ജ് ഫെദറായിട്ട് വരണമെങ്കിൽ മാത്രം ഈ ഫെദറിന് അവിടെ നമുക്ക് ഒരു 0.5 എന്തെങ്കിലും കൊടുക്കാൻ നല്ലതായിരിക്കും. അങ്ങനെ വേണ്ട എങ്കിൽ 0 തന്നെ കൊടുക്കുക. അപ്പോൾ ഷാർപ്പായിട്ട് തന്നെ കിട്ടും.
അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കളർ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, കളറ് ഞാനിപ്പോൾ ഓൾട്ട് ബാക്ക് സ്പേസ് എന്നുള്ള രീതി പുതിയ ലെയറാണ് കിടക്കുന്നത്, ഞാൻ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. സെലക്ട് ഡീസെലക്ട് ചെയ്ത് ഞാൻ കളയുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ സെലക്ഷൻ വീണ്ടും റീ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ റീ എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ പാത്തിനകത്ത് പോയി കഴിഞ്ഞാൽ ആ വർക്ക് പാത്ത് നമ്മൾ സേവ് ചെയ്ത് കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ പോയിന്റിലോട്ട് കാണിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഡയറക്റ്റ് സെലക്ഷൻ, ഇവിടെ ഡയറക്റ്റ് സെലക്ഷൻ്റെ കൂടെ നിന്ന് സാധനം കിടപ്പുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്യാൻ നേരം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഈ പാത്ത് കാണിച്ചു തരും. പാത്ത് കാണിച്ചു തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ആർക്കിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഹാൻഡിൽ പിടിച്ചിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഹാൻഡിൽ പിടിക്കാൻ നേരം എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റിൽ ഈ അറ്റത്തെ പിടിക്കാവും നിങ്ങൾ. ഇപ്പോൾ ഈ പോയിന്റിലാണ് പിടിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു എൻഡിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ വേണമെങ്കിൽ റീ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പക്ഷേ ഒരു കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇങ്ങനെ റീ അഡ്ജസ്റ്റ് ചെയ്യുവാണ്, നിങ്ങളെ കാണിക്കാനായിട്ടൊന്ന് റീ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കാണിച്ചേക്കുവാണേ. അപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ സെലക്ഷൻ ചെയ്യണം. അപ്പോൾ ഈ കളർ മാറിയിട്ടില്ല, അപ്പോൾ കളറിനെ എന്ത് ചെയ്യണം, വീണ്ടും ഒരു റീസെലക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു, റീസെലക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ലെയറിനകത്ത് വരുന്നു, ഒരു പുതിയ ലെയർ ഇടുന്നു. അപ്പോൾ അത് പുതിയ കളറായിട്ട് വരാൻ വേണ്ടിയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കിടക്കുന്നത് സെലക്ഷനാണ്, ഡയറക്റ്റ് സെലക്ഷനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, പെൻ ടൂൾ എടുത്താലേ ഇവിടെ സെലക്ഷൻ വരത്തുള്ളൂ, അല്ലെ കൺട്രോൾ എൻ്റർ കൊടുത്താലും മതിയാകും. സെലക്ഷൻ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ സെലക്ഷൻ പുതുതായിട്ട് വന്നേക്കുകയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു കളർ കൊടുത്തേക്കാം. കളർ ഏതെങ്കിലും ഒരെണ്ണം സെലക്ഷൻ ചെയ്യുന്നു, എന്നിട്ട് മാറ്റി വെച്ച് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. താങ്ക് യു.